ഹലോ. ഞാനും എൻ്റെ ജിജോങ്ങളും കൂടെ ഞങ്ങൾ കാലത്തെ തന്നെ പോണത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടാ. പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ട് ആകെ വയ്യാണ്ടായിപ്പോയായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിറച്ചും ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മരുന്നൊക്കെ വാങ്ങിക്കാൻ നിൽക്കലൊക്കെ ആയിരുന്നു. ഇഷ്ടംപോലെ മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ചെന്നപ്പോഴത്തേ തുർപ്പുകുലാൻ സിനിമ വെച്ചേക്കാണ്. പിന്നെ അതൊക്കെ കണ്ടവിടെ ഇരുന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഫുഡൊക്കെ പള്ളിയിൽ നിന്നായിരുന്നു കേട്ടോ. നേർച്ച ഭക്ഷണം അവിടെ നിന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമാമനെ കണ്ടത്. പിന്നെ അവരെ കളിപ്പിച്ച് പിന്നെ പോണ വഴിക്ക് നിറച്ചും കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ നേർച്ച ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ആൻഡ്രിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ദേ പള്ളിയിലേക്ക് പോകാൻ കേട്ടാ. വൈകുന്നേരം കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ചെന്നിട്ട് കിട്ടിയ 2 പുതിയ കൂട്ടുകാരാണ് കേട്ടോ ഇവർ. ഈ ഒരു പെരുന്നാളിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോണ പ്രദക്ഷിണമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പ്രദക്ഷിണമായിട്ട് പോണ സമയത്തുണ്ടല്ലോ, ഇതുപോലെ കുട്ടികളും മുതിർന്നവരൊക്കെ ഇങ്ങനെ ടാബ്ലോ സെറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം വരെ അതൊരു കോമ്പറ്റീഷനായിരുന്നു. ഈ വർഷം അതൊരു കോമ്പറ്റീഷനായിരുന്നില്ല കേട്ടാ. നമുക്ക് ഈ പ്രദക്ഷിണം മുന്നോട്ട് പോകണനുസരിച്ച് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. അയ്യോ അടുത്തത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, പിള്ളേർ നിൽക്കണതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കണം. ഇതാ വെള്ളത്താടിയൊക്കെ വെച്ച് നിൽക്കുന്നത് എൻ്റെ ജിജോങ്ങളാണ് കേട്ടാ. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുകളുണ്ട്. പിന്നെ പരിചയക്കാരൊക്കെ കാണുമ്പോൾ ചിരിക്കാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണമല്ലോ, അതുണ്ടല്ലോ. കഴിഞ്ഞ വട്ടത്തേക്ക് അപേക്ഷിച്ച് ഈ വട്ടം വളരെ കുറവായിരുന്നു. എന്നാലും ഒരുപാട് പേര് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മുടെ മമ്മിയുടെ മമ്മിയും ആൻറ്റിമാരും എല്ലാവരും ആയിട്ട് പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. കുഞ്ഞുനാൾ മുതലുള്ളൊരു ശീലമാണ് കേട്ടോ ഇത്. പപ്പ മരിച്ചൊരു വർഷം ആണ് നമ്മൾ ഒട്ടും ആഘോഷിക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ വർഷവും നമ്മൾ ഫാമിലി ആയിട്ട് അങ്കിൾമാരും ആൻറ്റിമാരും പിന്നെ അമ്മയും എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭയങ്കര ആഘോഷമായിട്ട് കൂടുന്നൊരു പെരുന്നാളാണ്. അങ്ങനെ പ്രദക്ഷിണം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതേ എൻ്റെ കൂടെ പിന്നെ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. 2 ആളെന്നുള്ളത് 3 ആളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കുറേ വിശേഷങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്ത്. പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മാറി നിന്നായിരുന്നു. കാരണം നമ്മുടെ ആൻഡ്രിയ പ്രസിഡൻ്റ് ആയിട്ട് നിൽക്കണല്ലേ, ഇതേ പോണ്. അപ്പം അവളെ കാണാൻ വേണ്ടിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രൂപം വരായിരുന്നു. ചെണ്ടകൊട്ടും മേളങ്ങളോട് കൂടെ നമ്മൾ രൂപം പള്ളിയിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. മാതാവിനെ കൊണ്ടുപോകണത് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നാലെ ഞങ്ങൾ പോയായിരുന്നു കേട്ടോ പള്ളിയിലേക്ക്. അവിടെ ചെന്നപ്പോഴത്തേന് ആൻഡ്രിയനായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ എല്ലാവരും കൂടി ചേർന്നൊരു പറ്റിയൊരു ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസവും ഞങ്ങൾക്ക് പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയായിരുന്നു പൊന്നി കലാപരിപാടികൾ, പിള്ളേരുടെ കലാപരിപാടികൾ. അവിടെ ചെറിയ പിള്ളേർ വലിയ പിള്ളേരെന്ന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിള്ളേരായിട്ടും അമ്മയും മക്കളും പിന്നെ അമ്മമാർ മാത്രം, പിന്നെന്താ ഭാര്യയും ഭർത്താവും ചേട്ടനും അനിയത്തിയും, അങ്ങനെ ഓരോരുത്തരുടെ ഡാൻസ് പരിപാടിയായിരുന്നു. പ്രോത്സാഹനത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേരുടെ പരിപാടി പ്രത്യേകം പറയണ്ടല്ലോ. ഇവാനുടെയും മേലോച്ചിയുടെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊട്ടും പാടില്ലായിരുന്നു. എങ്കിലും ഞാൻ ഇവരുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മാറി നിൽക്കാൻ തോന്നിയില്ല. ഇവരുടെ പരിപാടി ഒന്നും തന്നെയല്ല കേട്ടോ, എല്ലാ പരിപാടികളും ഒന്നും എൻ്റെ പൊന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെയാണോ എന്നാണ് കളിച്ചേക്കണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അമ്മമാരായിട്ട് ആരായിട്ടും മാറി നിന്നിട്ടില്ല. എല്ലാവരും സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവാനയുടെയും മേലോച്ചിയുടെയും ഡാൻസും ബബിയാൻ്റെയും കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസും ആഘോഷങ്ങളും ചെണ്ടമേളവും വെടിക്കെട്ടും ഒക്കെ കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. എല്ലാ വട്ടവും നമ്മുടെ പിള്ളേരുടെ പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പം എന്നോട് പറയും ആലോചിച്ചിട്ട് കണ്ടിട്ട് പോയാൽ മതി പ്ലീസ് എന്നൊക്കെ പറയും. പക്ഷെ പിറ്റേ ദിവസമൊക്കെ എപ്പോഴും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാറില്ല. പിന്നെ ഈ വട്ടം എനിക്കെന്തോ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കിത് കാണാൻ പറ്റി. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നത്.